Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4th സെമസ്റ്റർ എക്സാംസ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി M.Com 4th സെമസ്റ്ററിലെ 4 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ. സോ ഈ ഒരു വീഡിയോയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4th സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. എന്നാ പിടിച്ചോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും റിസ്ക് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. സോ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ റിസ്ക് മാനേജ്മെന്റ്? സ്റ്റെപ്സ് ഇൻ റിസ്ക് മാനേജ്മെന്റ് നിർബന്ധമായും പഠിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, മിക്ക പേപ്പറിലും ഫ്യൂച്ചറും അതുപോലെ തന്നെ ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ് ഏതെങ്കിലും രണ്ടെണ്ണം, സ്വാപ്പോ ഫ്യൂച്ചർ, അങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ future contract and forward contract നിർബന്ധമായും പഠിക്കാം കേട്ടോ. സോ ആദ്യത്തെ ചാപ്റ്ററിന് ഡെറിവേറ്റീവ്സിന്റെ ബെനഫിറ്റ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഇതാണ് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. ദെൻ പിന്നെ വാട്ട് ആർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതും ചോദിക്കാറുള്ളതാണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ബേസിക്സ് ആണ്, നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്വാപ്സ് ആർ യൂസ്ഫുൾ ഫോർ റിസ്ക് മാനേജ്മെന്റ്. സ്വാപ്പിന്റെ യൂസ്. ഓക്കെ, ദെൻ എപ്പോഴും ഓപ്ഷനിൽ 2 മോഡലിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. സോ ബൈനോമിയലോ ബ്ലാക്ക് ഷോളോ ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻ പ്രൈസിങ് മോഡൽ, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചോദ്യം. പിന്നെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ വാരിയസ് ടൈപ്സ് ഓഫ് റിസ്ക് വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ ഡെറിവേറ്റീവ്സിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഉണ്ട്, നമുക്കറിയാം. OTC ഉണ്ട്. സോ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്താണ് അതിൻ്റെ മെറിറ്റ്സ്, നിർബന്ധമായും നോക്കിയിരിക്കുക കേട്ടോ. ഇനി മാർജിൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാർജിൻ സിസ്റ്റം എന്താണ്? ദെൻ അതിൽ തന്നെ ടൈപ്സ് ഓഫ് മാർജിൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യമാണ്. ദെൻ റോൾ ഓഫ് സെബിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്.
സോ റോൾ ഓഫ് സെബി നോക്കണം in protecting the interest of investors in derivative market. നിർബന്ധമായി നോക്കാട്ടോ, പ്രതീക്ഷിക്കാം 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യം എല്ലാവരും ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഹെഡ്ജിങ് എ ഷോർട്ട് പൊസിഷൻ ദെൻ നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് ടൈം വാല്യൂം ഇൻട്രൻസിക് വാല്യൂം. ഓപ്ഷനിലുള്ളതാണ്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ടൈം വാല്യൂ ആൻഡ് intrinsic value of option contract. ഇതിനെ രണ്ടിനെയും പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായും പഠിക്കണം. ചില സമയത്ത് അത് 2 വെയിറ്റേജ് വരാറുണ്ട്, അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് സ്വാപ്പ് കോൺട്രാക്ട്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കറിയാം ഇതിൽ സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, മേജർ പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് ആരാണ്, അവരുടെ ഫങ്ഷൻസ്. മേജർ പ്ലേയേഴ്സിൽ ഏതെങ്കിലും ഒരാൾ, സ്പെക്കുലേറ്റേഴ്സോ ആർബിട്രേജേഴ്സോ ഹെഡ്ജേഴ്സോ, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫ്യൂച്ചറും ഫോർവേഡിൻ്റെയും ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റിപ്പീറ്റാണ്. ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് കണ്ടുവന്നിട്ടുള്ളതാണ് ഫങ്ഷൻസ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് ഓഫ് hedging through futures. റിസ്കിനെ പിടിച്ചെങ്ങനെ കെട്ടാം? ത്രൂ ഫ്യൂച്ചേഴ്സിലൂടെ. ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫ്യൂച്ചറോ സ്വാപ്പോ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാം എന്നുള്ളത് പലപ്പോഴും വരാറുള്ളതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് on future exchange. Okay, types of members on future exchange. Then നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്ട്രൈക്ക് പ്രൈസ്, അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസ്, എക്സ്പയറേഷൻ ഡേറ്റ്, ഓപ്ഷൻ പ്രീമിയം, ഇതിനൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെപ്പറേറ്റ് വരാറുണ്ട്. ഓപ്ഷനിലുള്ളതാണ് സ്ട്രൈക്ക് പ്രൈസ്, വളരെ ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസ്, അതുപോലെ തന്നെ എക്സ്പയറേഷൻ ഡേറ്റ്, ദെൻ ഓപ്ഷൻ പ്രീമിയം, ഇതിനൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർവേഡ് കോൺട്രാക്ട് ആർ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു ടൈലർ മെയ്ഡ് അല്ലേ, അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പലപ്പോഴും ഓപ്ഷനിൽ ഈ സ്ട്രാങ്കിൾ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. സ്ട്രാഡിൽ, അതുപോലെ തന്നെ സ്ട്രാങ്കിൾ, ചിലപ്പോൾ അത് 2 വെയിറ്റേജ് ആയിട്ടും വരാറുണ്ട്. സ്ട്രാങ്കിൾ, സ്ട്രാപ്പ്, സ്ട്രിപ്പ്, ഇതിലേതെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ദെൻ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്താണ് അതിൻ്റെ ടൈപ്സ്?
സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങൾ. സോ number 1, what are the steps in risk management? Then what are the differences between future contract and forward contract? Then economic benefits of derivatives. Derivative എന്താണ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഹൗ സ്വാപ്സ് ആർ യൂസ്ഫുൾ ഫോർ റിസ്ക് മാനേജ്മെന്റ്. ദെൻ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡലോ അതല്ലെങ്കിൽ വരുന്നത് എന്താണ്, ബ്ലാക്ക് ഷോള്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ബ്ലാക്ക് ഷോള് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും കേട്ടോ. ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വാരിയസ് ടൈപ്സ് ഓഫ് റിസ്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്, അതിന്റെ മെറിറ്റ്സ്. ദെൻ മാർജിൻ സിസ്റ്റം എന്താണ്, ടൈപ്സ് ഓഫ് മാർജിൻസ്, റോൾ ഓഫ് സെബി. ദെൻ ടൈം വാല്യൂ ആൻഡ് ഇൻട്രൻസിക് വാല്യൂ. ഓപ്ഷനിലെ സ്വാപ്പ് കോൺട്രാക്ട്, അതിന്റെ അഡ്വാൻറ്റേജസ്, ടൈപ്സ്, സ്പെക്കുലേറ്റേഴ്സോ ആർബിട്രേജേഴ്സോ ഹെഡ്ജേഴ്സോ ഇതിലേതെങ്കിലും ഒരു പ്ലെയറിനെ പറ്റിയിട്ട് അവരുടെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്, ഞാൻ പറഞ്ഞു ഫ്യൂച്ചറോ അതല്ലെങ്കിൽ സ്വാപ്പോ ഏതെങ്കിലും ഒന്ന് ഹെഡ്ജിങ്ങിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണു എന്നുള്ള ഒരു ചോദ്യം വരാറുള്ളതാണ്. ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചർ എക്സ്ചേഞ്ച്, പിന്നെ സ്ട്രൈക്ക് പ്രൈസ്, സ്പോട്ട് പ്രൈസ്, എക്സ്പിറേഷൻ ഡേറ്റ്, ഓപ്ഷൻ പ്രീമിയം, ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫോർവേഡ് കോൺട്രാക്ട് ആർ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, സ്ട്രാപ്പ്, സ്ട്രിപ്പ്, ഇതിനെ പറ്റിയിട്ട് വരാറുണ്ട്. ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ടൈപ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ഒരു 10 എണ്ണം ഇതാണ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മളിപ്പോൾ 3 പാർട്ടിലും വരുന്നത് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻകം ടാക്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.